രാവിലെ തന്നെ നമ്മളിവിടെ ATM ഇവിടെ നിന്ന് കുറച്ച് ക്യാഷ് എടുക്കാനുണ്ടായിരുന്നേ. ഓക്കെ, അപ്പം രാവിലെ കുറച്ച് തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്ത് നമ്മൾ ചേച്ചിക്ക് കറണ്ട് ഓക്കെ നമ്മൾ കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളതെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാർഡും എടുത്ത് ഇനിയിപ്പോൾ തിരിച്ച് കിട്ടിയപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചെന്നിട്ട് വേണം കഴിക്കാൻ. ചേർത്ത് 2-3 ക്യാൻസൽ അടിച്ചാൽ എനിക്ക് സമാധാനം വരത്തില്ല. പോവാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അക്ഷയ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുമായിട്ടൊന്ന് എവിടെ പോകണം ഒന്ന് കൂടെ ചെല്ലാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും അവൻ്റെ വീട്ടിലോട്ട് പോയി. നട്ടുവച്ചപ്പൊരി വേറെ തവേനെ കൊണ്ട് നിർത്തിയേക്കുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വേറൊരു വണ്ടിയുണ്ട്, അപ്രില്യ. ആ വണ്ടി എനിക്കൊന്ന് ഷോറൂമിലോ എന്തോ കാണിക്കാനാണെന്തോ. അപ്പോൾ ഈ വണ്ടിയായിട്ട് ഞാൻ പോകണം, ആ വണ്ടിയായിട്ട് അവൻ വരും. അവൻ വീട് അവിടെ നിന്ന് താഴോട്ടാണ്. അപ്പോൾ ഇതുമായിട്ട് വണ്ടി താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചെടുത്തോട്ട് വരാൻ മെനക്കേടാം. അതുകൊണ്ട് ഞാൻ കരുതി ഞാൻ പുറത്തേക്കാന്ന് നമ്മൾ എടുത്തോണ്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി വണ്ടി കൊണ്ട് എവിടെയാണെന്നറിയാമോ, ഞാൻ പള്ളിമുക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പള്ളിമുക്കി കൊണ്ട് കൊടുക്കാം. പള്ളിമുക്കിയുള്ള അപ്രിലിയുടെ സർവീസിൽ ആണ് വന്നത്. അതിനകത്ത് ആയിരിക്കുന്ന നല്ല വണ്ടി. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇവൻ്റെ ഈ ഡിയോ ആയിട്ടാണ് വന്നത്. ഈ വണ്ടി അവൻ തന്നിട്ട് പറഞ്ഞായിരുന്നു ഒറ്റ കൈ ഇട്ട് ഓടിക്കരുത് ഇത്. ഈ വണ്ടി ഓടിച്ചുടക്കുമ്പോൾ ഈ നശിച്ച വണ്ടിക്ക് കാറ്റുമില്ല. ഒരുമാതിരി നമ്മുടെ സർക്കസിൽ ആന സൈക്കിൾ ഓടത്തില്ലേ, അതുപോലെയാണ് ഞാൻ ഈ വണ്ടി കൊണ്ടുവന്നത്. അതും മറ്റേ പണി നടക്കുന്ന റോഡ്, ഒടുക്കത്തെ തിരക്ക്, വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടിക്കാൻ പറ്റത്തില്ല. അവസാനം മറ്റേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാനും വണ്ടി തവിട് പോയി ആ അവസ്ഥ. പിന്നെ അവസാനം പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തന്നെ തിരിച്ചോടിച്ചോണ്ട് പോകണോ? അതാ വണ്ടി അവിടെ കൊടുക്കാനാണോ? ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. സംഭവം നമ്മുടെ ഒരു വ്ളോഗിൽ, അതായത് വ്ളോഗിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു, അതിനെ കാക്ക കുത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞൊരു ഒരു 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 വ്ളോഗ് ഉണ്ടായിരുന്നേ. അപ്പം അതിനകത്ത് ഈ വണ്ടിക്കകത്തൊരു സൗണ്ട് വരുന്നുണ്ട്, ഒരു മുളക്കം. അത് നമ്മുടെ വഴി കൂടെ നമ്മൾ എപ്പോഴാണ് വരുന്നത് പറയാക്കത്തില്ല. ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് റാൻഡായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് രീതിയിൽ ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഇവർ പറയുന്നത് അവർക്ക് ഓടിച്ച് നോക്കിയിട്ട് സൗണ്ട് വരുന്നില്ല, പക്ഷെ അത് എപ്പോഴാണ് വരുന്നത് നമുക്ക് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ വണ്ടി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവർ കൂടെ ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് നോക്കിയതിന് ശേഷം അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് ഈ വണ്ടിയിൽ തിരിച്ചു പോകും. നമ്മൾ അവിടുന്ന് ആ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയ ഇവിടെ എണ്ണ അടിക്കാൻ വേണ്ടി നേരടിച്ചാൽ നോക്കാം, അല്ലെ പിന്നെ പാള. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇരവിപുരത്തേക്കാണ്. അവിടെ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ. അപ്പോൾ അതുവഴി പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവനെന്തൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോയി. ഇവിടെ ബോട്ടൊക്കെ കൊണ്ടുവെക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. ഈ തീരദേശം വഴി ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമായിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇതിലെ കൂടെ പോകുന്ന സമയത്ത്, അതായത് പണ്ട് കൊച്ചിലെ കൊല്ലത്ത് നിന്ന് ബസ്സിൽ നമ്മുടെ അമ്മ വീട്ടിൽ പോകുന്നത് ഈ വഴിയായിരുന്നു. അപ്പോൾ തീരദേശം വഴിയായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബസ്സിലിരുന്നിട്ട് ഈ കടലൊക്കെ കണ്ട സമയത്തൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അന്ന് നമ്മളങ്ങനെ അധികം ബീച്ചിലൊന്നും പോവില്ലായിരുന്നല്ലോ. എന്തായാലും ഇരവിപുരം വരെ വന്നതല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ താന്നി വഴി പോയപ്പോൾ ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് യൂ ടേൺ എടുത്തു. നേരെ ഒന്ന് ഷാപ്പ് വരെ പോയി. കുറേ നാളായി പോയിട്ട്. അതൊരു ഫാമിലി ഫ്രണ്ട്ലി ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പകൽ സമയം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവിടെ വലിയ തിരക്കോ അല്ലെങ്കിൽ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് മാമന്മാരും അമ്മാവന്മാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നു. ഞങ്ങൾ കപ്പയും മീൻകറിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. കപ്പയും മീൻകറിയും മാത്രമല്ല, അവിടെ പലതരത്തിലുള്ള റോസ്റ്റുകളൊക്കെ ഉണ്ട്. ബീഫ് റോസ്റ്റ് ഉണ്ട്, കക്ക റോസ്റ്റ് ഉണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കപ്പ തീർന്നതുകൊണ്ട് തന്നെ ഒരു കണവ റോസ്റ്റും കൂടെ പറഞ്ഞു.
അത് നല്ല സാധനമായിരുന്നു കേട്ടോ. ടേസ്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു എല്ലാത്തിൻ്റെയും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കണവ റോസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ സാധാ കലക്കുകളിലും ഉണ്ട്, പിന്നെ അല്ലാണ്ട് ചെത്തുകളിലും ഉണ്ട്. നമ്മൾ വാങ്ങിച്ചത് ചെത്തുകളായിരുന്നു. വാങ്ങിച്ചത് ആദ്യമേ ഒരെണ്ണം തീർന്നുകൊണ്ട് വീണ്ടും രണ്ടാമത് നമ്മൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അവൻ പാട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കോപ്പിറൈറ്റ് കിട്ടുമോ തമ്പുരാൻ അറിയാം. കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പാട്ട് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. നല്ലൊരു വൈബായിരുന്നു ആ പാട്ടും ആ ഷാപ്പിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട്. അവൻ അതാ പോകുന്നു. നമ്മളിവിടുന്ന് ഇറങ്ങി തിരിച്ച് നടക്കുക. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു റാൻഡം ഐഡിയ. ആക്ച്വലി ഞങ്ങൾ വണ്ടി ശരിയാക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ വണ്ടി ശരിയാക്കിയിട്ട് ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒരു വട്ടം. നമ്മൾ താന്നി നമ്മൾ ആ ബ്രിഡ്ജ് തിരിച്ചിറങ്ങുന്നിടത്താണ്. അപ്പം പണ്ട് ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരവിപുരത്ത് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന സമയത്ത് അങ്ങനെ ഇങ്ങോട്ടൊന്നും അത് കയറിയതാണ്. ഒരുപാട് നാളായില്ലേ. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി അവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ആ പാലത്തിൻ്റെ അടിയിൽ അവിടെ നല്ല സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാം. അതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോവാം. അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് വീട്ടിൽ നിന്ന സമയത്ത് അവൻ വിളിച്ചിട്ട് ഇന്ന് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, അതായത് വണ്ടി ശരിയാക്കണം എന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. നൈസ് വ്യൂ അല്ലേ ഇവിടുന്ന് കായൽ. പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് കടലാണ്. ഈ കാണുന്നതിന് തൊട്ടപ്പുറത്ത് കടലാണ്. താനി അറിയാവുന്നവർക്കറിയാം. ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്തോ ഒരു ലേക്ക് വ്യൂ വെന്യൂ TSL അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇപ്പോൾ വന്നതാന്ന് തോന്നുന്നു. അങ്ങനെ നടക്കും കേട്ടോ. ഞാൻ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഈ ഏരിയയിലോട്ട് അധികമൊന്നും വന്നിട്ടില്ല. ഞാൻ ആകെ ഒരു വട്ടേ അവിടെ വന്നിട്ടുള്ളൂ, ഷാപ്പിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പം വന്നു. ഞങ്ങളപ്പോൾ ഇവിടുന്ന് അപ്പുറത്തെ സൈഡിൽ പോയിരിക്കാം. അത് കുറച്ചും കൂടെ അടിപൊളി. ടാസ്ക് ആണ് ഇതിൽ കൂടെ അങ്ങോട്ട് ഇറക്കുന്നത്. നോക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത് ഇച്ചിരി ടാസ്ക് ആകെ. താഴെ പോവേ. ഇവിടെ നേരെ താഴെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വന്നു. ഇനിയിപ്പം തിരിച്ച് പോവാം. അമ്മേ, അപ്പോൾ ഇവിടുന്ന് പോവാട്ടോ. ടാറ്റ ബൈ. ഇവിടെ എന്താണ് ഇതിന് പരിപാടിയൊക്കെ നടത്താനുള്ളൊരു വെന്യൂ ആയിരിക്കും അല്ലേ? വേണമെങ്കിൽ മറ്റേ ഡെസ്റ്റിനേഷൻ മീറ്റിങ്ങോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അതാണ് സാധനങ്ങളൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈഡിൽ കായൽ ഒരു സൈഡിൽ കടൽ. ഇതാണ് നമ്മുടെ താന്നിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ബീച്ച് റോഡ് വഴി ഒന്ന് പോകാമെന്ന് കരുതി ഞങ്ങളൊന്ന് റൗണ്ട് അടിച്ചു. കുറച്ച് അങ്ങറ്റം വരെ പോയി. അതിനുശേഷം അതണക്കാണ് തിരിച്ച് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇതേ ഉള്ളായിരുന്നു. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ കുറച്ച് പ്ലാൻസൊക്കെയാണ്. എന്തായാലും നല്ലൊരു ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.